பண்ணையார் ஆற்றங்கரையோரம் வசிப்பவர்களை வெளியேற்றுவது தொடர்பாக மின்சாரத்தை துண்டிக்க வந்த அதிகாரிகளை பொதுமக்களின் போராட்டத்தை தொடர்ந்து திருப்பி அனுப்பப்பட்டனர். உயர்நீதிமன்ற உத்தரவை தொடர்ந்து வீடுகளுக்கான மின்சார இணைப்பை துண்டிக்க வந்த கேஎஸ்இபி வருவாய்த்துறை அதிகாரிகளை பொதுமக்கள் ஒன்றிணைந்து தடை செய்ததோடு பல மணி நேரம் பரபரப்பு ஏற்பட்டது. இறுதியாக காவலர்கள் நடத்திய பேச்சுவார்த்தையில் 10 நாட்கள் கால அவகாசம் வேண்டும் என்று தற்காலிகமாக போராட்டம் நடத்தப்பட்டது. பன்னியாராற்றின் புறம்போக்கில் நிலத்திலுள்ள 29 வீடுகளில் மின்சார இணைப்பை துண்டிக்க வந்த அதிகாரிகளை பொதுமக்கள் தடுத்தனர். சாந்தமாரை பஞ்சாயத்து செயலாளர் கொடுத்த 24 மணி நேரம் நீக்கம் செய்யும் நோட்டீஸை தொடர்ந்துதான் இந்த நடவடிக்கை. மூணார் டிவிஎஸ்பி எஸ் சந்திரகுமார் தலைமையில் காவல் அதிகாரிகள் இந்த പകുതിയിൽ കുവിന്തனர். ജനാധിപത്യ രാജ്യമല്ലേ, ഇവിടുത്തെ ജനപ്രതിനിധികൾ എവിടെയാണ്? ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ നാട്ടിലില്ലേ? ഒരു നോട്ടീസ് കൊടുത്താൽ അന്നത്തെ ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അവൻ ജോലിക്ക് പോകുന്നത്. ആ പൈസ കൊണ്ട് വൈകിട്ട് അരി വാങ്ങിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. ആ സ്ഥലത്ത് വന്നിട്ട് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസിന്റെ പേരിൽ 24 മണിക്കൂറിന് ഒഴിവാവണമെന്ന് പറയുന്നത് എന്ത് ജനാധിപത്യമാണ്? വീട്ടുകാരാ അപ്പൊ ഞങ്ങളോട് അന്ന് ഈ നടപടിക്രമമായിട്ട് വന്ന് കടകളൊക്കെ അടച്ചപ്പോ അന്നത്തെ സബ് കളക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞത് കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നോ, കടക്കാർക്കെതിരെ മാത്രമാണ് ഞങ്ങളിപ്പോൾ നിയമപരമായിട്ട് വന്നിട്ടുള്ളൂ, ഇവിടെ താമസിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് അന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് സബ് കളക്ടറിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞങ്ങൾ ഇത്രയും നാളും ഇതിന്റെ പുറകെ പോകാണ്ടിരുന്നത്. ഇപ്പോൾ താൽക്കാലികമായിട്ട് വന്നിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ മാറിപ്പോണം, ഇവിടുന്ന് കുടിയൊഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഇത് ഒരു പരിഹാരം ഉണ്ടാകാണ്ട് ഞങ്ങളെ കുടിയൊഴിപ്പിക്കാമെന്നും പറഞ്ഞാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി വന്ന് ഞങ്ങൾക്ക് നോട്ടീസ് തന്നത്. ഇതിന് ഞങ്ങൾ എവിടെ പോകും? ഇപ്പൊ ഇത്രയോ കുടുംബക്കാരുണ്ട്, 10-29 കുടുംബക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും കുടുംബക്കാർ എവിടെ പോയി കിടക്കും? 10 നാட்களுக்குள் கால அவகாசம் வேண்டும் என்ற உறுதியை தொடர்ந்து பொதுமக்கள் பின்வாங்கினர். 2024 ஜனவரி 17ஆம் தேதி உயர்நீதிமன்ற உத்தரவுதான் தற்போதுள்ள நடவடிக்கைகளுக்கு காரணம். இதன் பாகமாக பிப்ரவரி 7ஆம் தேதி பூப்பாறை டவுனில் 46 கடைகளும் 39 கட்டிடங்களும் 3 ஆராதனை ஆலயங்களையும் அரசு ஏற்றெடுத்தது. உயர்நீதிமன்ற உத்தரவுக்கு எதிராக வியாபாரிகள் உயர்நீதிமன்றத்தை அணுகிய போது தீர்ப்பு எதிராக வந்தது. இதோடு புறம்போக்கில் தங்கியுள்ள குடும்பங்களுக்கு காலி செய்ய வேண்டும் എன்ற നോട്ടീസ് കൊടുക്കപ്പെട്ടത്. ഇവിടെ വന്ന് ലാൻഡ് ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലീസിന് നിയമപരമായി കേസെടുക്കാൻ ഇന്ന് പോലീസ് വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ലൈൻ കട്ട് ചെയ്യാൻ പോവുകയാണ്, സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചു, നമ്മൾ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി തയ്യാറായി വന്നു. നമുക്ക് കട്ടിയാതെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല സാർ അവര്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി വന്നത്. നമുക്കൊരു ഇൻഫർമേഷൻ തന്നിട്ടില്ല വീട്ടുകാർക്ക്. അതിനൊക്കെ ഇവിടെ നിയമപരമായ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരെ, അതായത് അപ്പീൽ പെറ്റീഷൻ പരിഗണിക്കുന്നവരെ 3 മാസത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാണ് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുള്ളത്. ആ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു എക്സിബിറ്റ് P10 P11 അത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന്. ഇല്ല, മൊത്തത്തിലുള്ള ഒരു സ്റ്റേ ആണ്, അത് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു അതായത് ഒരു ഓർഡർ വന്നിട്ടില്ല. ഇത് സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു അപ്പീൽ പരിഗണിക്കുന്ന സമയം വരെ സ്റ്റേ ചെയ്യണം എന്നുള്ള രീതി. பன்னியாராற்றின் கரையோரத்தில் தங்கியுள்ள 29 குடும்பங்களில் 150 பேர் இப்போது பாதிக்கப்பட்டுள்ளனர். இவர்களில் அதிகமானவர்கள் அன்றாட வேலை செய்து குடும்பம் நடத்தி வருபவர்கள். நீக்கம் செய்யும் நடவடிக்கை நேரிடுபவர்களில் நோயாளிகள் உள்ளனர். வேறு இடமில்லாத தங்கள் எங்கே செல்வதென்றும் இந்த குடும்பங்கள் கேள்வி எழுப்பியுள்ளனர். 10 நாட்கள் கால அளவு நிறைவு பெறுவதோடு அரசு என்ன நடவடிக்கை எடுப்பதும் என்பதிலும் பூப்பாறை மக்கள் ஆவலுடன் காத்திருக்கின்றனர். நியூஸ் பியூரோ, ராஜகுமாரி.